രാപ്പാടി പണ്ട് പാടാറില്ലായിരുന്നു. മധുകൊണ്ടും ഉറങ്ങിയും വീണ്ടും മധുകൊണ്ടും ഉറങ്ങിയും രാപ്പാടി ദിനരാത്രങ്ങൾ കഴിച്ചു പോന്നു. രാപ്പാടി പിന്നെ എങ്ങനെയാണ് പാടിത്തുടങ്ങിയത്? രാപ്പാടി പാടിത്തുടങ്ങിയതെന്നതിനെക്കുറിച്ച് ഫ്രഞ്ച് എഴുത്തുകാരി, നോബൽ സമ്മാനിത ആയിട്ടുള്ള ഫ്രഞ്ച് എഴുത്തുകാരി സിഡോണി ഗബ്രിയേലെ കൊലെത്ത് സുന്ദരമായൊരു ചെറുകഥ, കവിത പോലെ സുന്ദരമായൊരു കഥ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേര് ലെവ്രി ദ ലവീഞ്ഞെ, ഇംഗ്ലീഷിൽ ദ ട്രെൻഡ്രിൽ ഓഫ് ദ വൈൻ. ഇത് സുന്ദരമായിട്ട്, ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീ വിമോചന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കഥാകാരി സ്ത്രീകളുടെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി എഴുതിയ കഥ എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. പക്ഷെ ഇത് മൊത്തത്തിൽ ഉറക്കം നടിച്ചിരിക്കുകയോ കണ്ണടച്ച് ഇരുട്ടാക്കി ഉറങ്ങുകയോ ചെയ്യുന്ന ആളുകളെ ഉണർത്തുന്ന ഒരു കഥയായിട്ട് മാറി. കഥാകാരി ഇങ്ങനെയാണ് പറയുക: രാപ്പാടി പണ്ട് പാടാറില്ലായിരുന്നു. ഒരു നാൾ രാപ്പാടി മുന്തിരിവള്ളിയുടെ ലതാതന്തുക്കളിലിരുന്ന് ഇഷ്ടം പോലെ വീഞ്ഞു കുടിച്ച് മതോന്മത്തയായി സ്വയം മറന്ന് ഉറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ മുന്തിരിയുടെ ലതാതന്തുക്കൾ വളരെ പെട്ടെന്ന് വളർന്ന് ഈ രാപ്പാടിയുടെ കഴുത്തിലും ചിറകുകളിലും ചുറ്റി വരിഞ്ഞു. പിന്നെ പറക്കാൻ വയ്യാത്ത വല്ലാത്തൊരവസ്ഥയാണ്, പെട്ടുപോയി. രാപ്പാടി കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് ഈ ലതാതന്തുക്കൾ ഒന്നൊന്നായി പൊട്ടിച്ചെറിഞ്ഞ് അവസാനം വീണ്ടും പറക്കാനുള്ള ഒരു കപ്പാസിറ്റി നേടിയെടുത്തു. പറന്നുയരുമ്പോൾ രാപ്പാടി ഒരു തീരുമാനമെടുത്തു: ഇനി ഇതുപോലെ ഏതെങ്കിലും ഒരു കംഫർട്ട് സോണിൽ സ്വയം മറന്ന് ഉറങ്ങിക്കൂടാ. ഉറക്കം ചില നേരങ്ങളിൽ കടുകടുത്ത മരണത്തിൻ്റെ ഭാവമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഉറങ്ങിക്കൂടാ, സ്വയം മറന്നുകൂടാ. സ്വയം മറക്കാതിരിക്കാൻ, സ്വയം മറന്ന് ഉറങ്ങാതിരിക്കാൻ രാപ്പാടി ഒരു തീരുമാനമെടുത്തു: ഇനി പാട്ടുപാടി തുടങ്ങണം. രാപ്പാടി സ്വയം മറന്ന് ഉറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി സ്വന്തം സ്വരം തിരിച്ചെടുത്ത് പാട്ട് പാടാൻ തുടങ്ങിയത്രേ. ആ പാട്ട് തുയിലുണർത്ത് പാട്ട് പോലെയായി മാറി. ഉറങ്ങുന്നവരെയും ഉറക്കം നടിക്കുന്നവരെയും ഉയർത്തുന്ന വിധത്തിലുള്ള പാട്ടായിട്ട് ആ പാട്ട് മാറിയത്രേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, വളരെ പ്രതീകാത്മകതയുള്ള ഈ ചെറുകഥ പ്രതീകാത്മകതയുടെ ധ്വനി ഭംഗിയോടുകൂടി തന്നെ നോക്കിക്കാണുക. നമ്മുടെ ഉള്ളിലേക്ക് ഒരു കണ്ണാടി ആരോ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ആ കണ്ണാടിയിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കുക. സ്വന്തം കംഫർട്ട് സോണിൽ കപ്പാസിറ്റി ഒന്നും വളർത്തിയെടുക്കാതെ ആരെയൊക്കെയോ പഴിചാരിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. അയാൾക്ക് നൽകപ്പെട്ടിട്ടുള്ള താലന്തുകൾ ധാരാളം, പക്ഷെ അയാൾക്ക് ഇപ്പോഴും പരാതി മാത്രമാണ്: ഒന്നുമല്ല ഞാൻ, ഒന്നുമില്ല എനിക്ക്. പരാതി കൂമ്പാരത്തിനകത്ത് ഈ മനുഷ്യൻ സ്വയം ഒരു ഇരുട്ടുമുറി ഉണ്ടാക്കി അതിൽ കൂനിക്കൂടിയിരിക്കുകയാണ്. പുറത്ത് പുലരുവെട്ടുണ്ട്, ഇരുട്ടുമുറി വിട്ട് അയാൾ പുറത്തേക്ക് വരണം. പക്ഷെ അങ്ങനെ തയ്യാറല്ലാത്തൊരു മനുഷ്യൻ, അയാളെ തേടിയാണ് ഈ കഥ എത്തുക. എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, നിങ്ങളങ്ങനെ ഒരാളാണോ? സ്വന്തം സാധ്യതകളെല്ലാം അടച്ചു കളഞ്ഞു, സ്വന്തം വഴികളൊക്കെ വേണ്ടെന്ന് വെച്ചു, സ്വന്തം ആകാശത്തെ ഇല്ലാതാക്കി, എന്നിട്ട് ഇരുട്ടുമുറിയിൽ ഇരുന്നുകൊണ്ട് ഇരുട്ടിനെക്കുറിച്ച് കവിത കുറിക്കുന്ന ഒരാളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ കഥാകാരിയുടെ കഥയിലൂടെ യാത്ര നടത്തണം. വല്ലാത്തൊരു ഘട്ടത്തിലാണ് രാപ്പാടി ചെന്ന് നിൽക്കുക. കാരണം ലതാതന്തുക്കൾ വരിഞ്ഞു മുറുക്കി കഴുത്തിലും ചിറകുകളിലും. ഇപ്പം എന്താ ചെയ്യേണ്ടത്? അതൊരു സ്ട്രഗിളിലേക്ക് സ്വയം വളർത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ജീവിതത്തിൽ സ്ട്രഗിൾ ആവശ്യമാണ്. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലോ എന്ന് കാരണവന്മാർ പറഞ്ഞു തരും. അതായത് ചില ആളുകൾ അങ്ങനെയാണ്. വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ തണുപ്പാണോ അല്ലെങ്കിൽ നിങ്ങൾ ചൂടാണോ? രണ്ടുമല്ല, മന്ദോഷ്ണാവസ്ഥയാണ്. എന്നിട്ട് കർത്താവ് എന്താ പറയുന്നത്? മന്ദോഷ്ണാവസ്ഥയിൽ കിടക്കുന്ന നിങ്ങളെ ഞാൻ തുപ്പിക്കളയും. എത്ര രസകരമായിട്ടുള്ളൊരു പ്രസ്താവമാണത്. അതായത് ഒന്നില്ലെങ്കിൽ ഗുഡാകണം അല്ലെങ്കിൽ ബാഡാകണം, ഈ രണ്ടിനിടയിൽ കിടന്നുള്ള ഒരു അവസ്ഥയാണ്.
അപ്പോൾ നമ്മളൊക്കെ അങ്ങനെയല്ലേ എന്ന് ആലോചിച്ച് നോക്കുക. ലൂക്ക് വാം എക്സിസ്റ്റൻസ് എന്ന് പറയും, മന്ദോഷണാവസ്ഥയാണ്. ചില ആളുകളെ കുറിച്ച് പറയാം, അയാൾ ഭയങ്കര പാവമാണ്. ഭയങ്കര പാവമായിട്ട് കാര്യമില്ല. നന്മയുള്ള ആളായിട്ട് മാറണം, കഴിവെല്ലാം ഉപയോഗിക്കുന്ന ആളായിട്ട് മാറണം, ലോകത്തിൻ്റെ വെട്ടമായിട്ട് മാറണം, ഭൂമിയുടെ ഉപ്പായിട്ട് മാറണം. അതിന് കുറേ സ്ട്രഗിൾ എടുക്കേണ്ടി വരും. സ്ട്രഗിൾ ഇല്ലാത്ത ജീവിതം അത്രയ്ക്ക് നല്ല ജീവിതമൊന്നുമല്ല. അപ്പോൾ സ്വയം ചോദിക്കുക, നിങ്ങൾ സ്ട്രഗിൾ എടുക്കാൻ തയ്യാറാണോ? അല്ലെങ്കിൽ സ്വന്തം കംഫർട്ട് സോണിൽ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞുകൂടിയാണ്? നിങ്ങളുടെ കഴിവൊന്നും നിങ്ങൾ വളർത്തിയിട്ടില്ല. നിങ്ങളുടെ ആകാശത്തേക്ക് നിങ്ങൾ ചിറക് വിരുത്തി പറന്നിട്ടില്ല. എന്നിട്ട് നിങ്ങൾ പറയുന്നത് ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചാൽ ഒരു മീഡിയോക്കർ എക്സിസ്റ്റൻസ്. അതാണോ നിങ്ങളുടെ അവസ്ഥ? ഒരു കുട്ടി നോക്കുമ്പോഴത്തേക്കും കൊക്കോണിൽ നിന്നും ബട്ടർഫ്ലൈ ലാർവായി ഇങ്ങനെ പുറത്തേക്ക് വരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ട്രഗിൾ ചെയ്ത് പുറത്തേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ കുട്ടിക്ക് ഭയങ്കര സഹതാപം തോന്നി. കുട്ടി എന്ത് ചെയ്തു? അതിൻ്റെ പുറത്തേക്കുള്ള ആ യാത്ര കുറച്ചുകൂടി സുന്ദരമാക്കി മാറ്റുന്നതിന് വേണ്ടി ആ കൊക്കുണങ്ങ് പൊളിച്ചു കൊടുത്തു. അപ്പോൾ കുട്ടിയുടെ അപ്പം പറഞ്ഞു, എന്ത് വിഡ്ഢിത്തമാണ് നീ ചെയ്തത്? കാരണം സ്ട്രഗിള് ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ ചിറകിന് ബലം വെക്കുക. ഒരു ബട്ടർഫ്ലൈ ആയിട്ട് മാറി ആകാശത്തേക്ക് പറന്നുയരുന്നത് കൊക്കൂണിനകത്തെ സ്ട്രഗിൾ ഉള്ളത് കൊണ്ടായിരുന്നു. ഈ സ്ട്രഗിൾ ഇല്ലാതാക്കി മാറ്റി. ആ സ്ട്രഗിളിനിടയ്ക്ക് കൊക്കൂണിൽ നിന്നും ഏതാനും ചില സ്രവങ്ങൾ അതിൻ്റെ ചിറകിൽ വന്ന് വീഴും. അതാണ് ബലപ്പെടുത്തുന്ന സ്രവമായിട്ട് മാറുക. അതില്ലാതെ ബട്ടർഫ്ലൈക്ക് പറന്നുയരാൻ പറ്റില്ല. കുട്ടി നോക്കുമ്പോൾ ചിറക് കരുത്തോടുകൂടി ഉപയോഗിക്കാൻ പറ്റാതെ നിലത്ത് കിടക്കുന്ന ധൈര്യം നോക്കുന്ന ബട്ടർഫ്ലൈ. അതിനെ കണ്ട് കുട്ടി കണ്ണീർ വാർക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് സ്ട്രഗിൾ തരുന്നത് എന്തിനാണ്? സ്ട്രഗിൾ തരുന്നത് നിങ്ങളെ എടുത്തുയർത്താൻ വേണ്ടിയാണ്. നിയമാവർത്തന പുസ്തകത്തിൽ അതിസുന്ദരമായിട്ടുള്ള ഒരു പ്രതീകമുണ്ട്. പരുന്ത് കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കുന്നു. പരുന്ത് എന്താ ചെയ്യുക? ആദ്യം വളരെ നല്ല കൂടുണ്ടാക്കുന്നു. നനത്ത തൂവലുകളും ചില്ലകളും ഭംഗിയായി അടക്കി ഒതുക്കി വെച്ച ഒരു കൂടിനകത്ത് വളരെ കംഫർട്ടബിളാണ് കുഞ്ഞ്. പക്ഷെ പതുക്കെ എന്തു ചെയ്യും? ഈ കുഞ്ഞിന് ഇനി ആകാശത്തിൽ തൊടേണ്ട സമയമായ നമുക്ക് തോന്നുമ്പോൾ കുഞ്ഞിനെ ക്രൂരമായ സ്നേഹത്തോടു കൂടി നിഷ്ഠുരമായ ഭാവത്തിൽ പുറത്തേക്ക് തള്ളിയിടും. കുഞ്ഞ് ചില്ലയിൽ വീണ്ടും വീണ്ടും ചേക്കറാൻ ശ്രമിക്കും, അള്ളിപ്പിടിച്ച് കിടക്കാൻ ശ്രമിക്കും. അവിടെ നിന്നും പറിച്ചെറിയുകയാണ്, താഴേക്കിടുകയാണ്. ഒരു ഡാർക്ക്നെസ്സിലേക്ക് എടുത്തെറിയപ്പെട്ട അവസ്ഥയാണ്. പക്ഷേ അങ്ങനെ നിലത്തേക്ക് വീഴുന്ന ആ പരുന്തിൻ കുഞ്ഞ് പിന്നെ ഒരു കുതിക്കും. ആ കുതിപ്പോടുകൂടി സ്വന്തം കരുത്തത് കണ്ടെത്തുകയാണ്. പിന്നെ ചിറകിൻ്റെ ബലം കണ്ടെത്തുകയാണ്. ആകാശത്തിൻ്റെ വിശാലത മനസ്സിലാക്കിയാണ്. പിന്നെ അത് പക്ഷികളുടെ രാജാവായിട്ട് മാറുകയാണ്. നമ്മളെ ദൈവം എടുത്ത് ഉയർത്തുന്നത് അതിന് മുന്നായിട്ട് നിങ്ങളെടുത്ത് എറിഞ്ഞിട്ടുണ്ട്. ആലോചിച്ച് നോക്കുക, എന്തിനാ ദൈവം ഇങ്ങനെ എടുത്തെറിഞ്ഞത്? എടുത്തെറിഞ്ഞതിന് 2 കാരണങ്ങളുണ്ടായിരുന്നുള്ളൂ. ഒന്ന്, നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടെത്തണം. 2, നിങ്ങളുടെ നിയോഗം കണ്ടെത്തണം. ലാറ്റിൻ അമേരിക്കൻ കവിതയിൽ പ്രശ്നങ്ങൾ നിങ്ങളിങ്ങനെ ഓടിച്ചിടുമ്പോൾ നിങ്ങളൊരു കൊക്കയുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ കവി ചോദിക്കുകയാണ്, നിങ്ങളെന്ത് ചെയ്യും? താഴേക്കെടുത്ത് ചാടണം. ചാടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? കവി പറയുന്നു, either God will hold you in his hands or he will teach you how to fly. ഒന്നുകിൽ നിങ്ങളെ ദൈവം കയ്യിൽ താങ്ങും, അല്ലെങ്കിൽ ദൈവം നിങ്ങളെ പറക്കാൻ പഠിപ്പിക്കും. അപ്പോൾ സ്ട്രഗിള് അത്യാവശ്യമാണ് ജീവിതത്തിൽ. രണ്ടാമതായിട്ട്, ഈ സ്ട്രഗിള് കഴിഞ്ഞപ്പോൾ ബന്ധനങ്ങളെല്ലാം അഴിച്ചു മാറ്റി. അപ്പോൾ എന്താ സംഭവിച്ചത്? ഈ എഴുത്തുകാർ പറയുന്നുണ്ട്, ഈ രാപ്പാടി സ്വന്തം സ്വരം വീണ്ടും കൈവരിച്ചു, സ്വന്തം സ്വാതന്ത്ര്യം കൈവരിച്ചു. റീക്ലെയിമിങ് ദ വോയിസ് ആൻഡ് റീക്ലെയിമിങ് ദ ഇൻഡിപെൻഡൻസ്. പ്രിയപ്പെട്ടവർ, നമ്മുടെ സ്വരം നമ്മൾ തിരിച്ചെടുക്കണം. ഒരാൾക്കൂട്ടത്തിൽ അലിഞ്ഞ്, നിങ്ങൾക്കിപ്പോൾ സ്വരമൊന്നുമില്ല, വെറുതെ ഒച്ച മാത്രമേ ഉള്ളൂ, അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും. പക്ഷെ ഒരാളിവിടെ ലോകത്തായിരിക്കുന്നത് അയാൾക്ക് അയാളുടേതായിട്ടൊരു സ്വരം വേണം, വ്യക്തമായ ഒപ്പീനിയൻ വേണം. അല്ലെങ്കിൽ ഇവിടെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? നിങ്ങളിങ്ങനെ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ നിങ്ങൾ പറയുന്നില്ല, നിങ്ങളുടേതായ ഒരാശയമില്ലെങ്കിൽ ആ ജീവിതത്തെ ജീവിതം എന്ന് വിളിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ട സുഹൃത്തെ? അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലായാലും, നിങ്ങളുടെ ഫാമിലി കൂട്ടായ്മകളിലായാലും, നിങ്ങളുടെ പള്ളിയിലായാലും നിങ്ങളുടെ സ്വരത്തിന് പ്രാധാന്യമുണ്ടെന്ന് തിരിച്ചറിയുക.
റീക്ലെയിം യുവർ വോയിസ്. നിങ്ങളുടെ സ്വരം ഒന്ന് തിരികെ എടുക്കുക. അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്നതൊക്കെ നിങ്ങൾ ചെയ്യണം. ചെയ്യുന്നില്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമല്ലേ? റീക്ലെയിമിങ് യുവർ ഇൻഡിപെൻഡൻസ്, നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങളൊന്ന് തിരികെ എടുക്കുക. പലപ്പോഴും നമ്മൾ സ്വാതന്ത്ര്യത്തോടു കൂടി അല്ല ജീവിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. അത് നമ്മൾ എപ്പോഴെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? ആരൊക്കെ നമ്മൾ പതുക്കെ പതുക്കെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സിനിമയുടെ പേരാണ് കില്ലിങ് മീ സോഫ്റ്റ്ലി. വളരെ മൃദുവായിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്വാതന്ത്ര്യമൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ അറിയാറില്ല. ഞാൻ ഫിലിപ്പീൻസിൽ പഠിക്കുന്ന സമയത്ത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ മാഗസിനുകളൊന്നും, ഇതൊരു 25 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ്. അവിടെ ഒരു കാർട്ടൂൺ പോലെ ഒരു മാഗസിൻ വന്ന കാര്യം ഇങ്ങനെയാണ്. അന്ന് ഇന്ത്യ ലോകത്തെ സൂപ്പർ പവറായി മാറുമെന്നുള്ളൊരു ചർച്ചയുണ്ടായിരുന്നു. ഇപ്പം ചർച്ചയൊന്നുമില്ല. ആ ചർച്ചയുടെ നേരത്തെ ഒരു കാർട്ടൂണാണ്. വേൾഡ് ലീഡേഴ്സ് ഒരുമിച്ച് കൂടി ചോദിക്കുന്നു, ഇന്ത്യ സൂപ്പർ പവറായി മാറുമെന്ന് ഉറപ്പായി എന്ത് ചെയ്യണം? പലരും പല ഒപ്പീനിയൻ പറയുന്നുണ്ട്. അതിൽ ഒരാൾ കൈ ഉയർത്തി പറഞ്ഞു, ക്യാച്ച് ദം യങ്, ലെറ്റ് ദം ഈറ്റ് മോർ ദാൻ ഇനഫ്, ലെറ്റ് ദം മെയ്റ്റ് മോർ ദാൻ ഇനഫ്, ലെറ്റ് ദം റെസ്റ്റ് മോർ ദാൻ ഇനഫ്. എന്താ പറഞ്ഞത്? ചെറുപ്പക്കാരെ പിടികൂടണം, ചെറുപ്പക്കാരെ ഇന്ത്യക്കാരെ പിടികൂടണം. ലെറ്റ് ദം ഈറ്റ് മോർ ദാൻ ഇനഫ്, ആവശ്യത്തിലധികം തിന്നട്ടെ, ആവശ്യത്തിലധികം അവർ റെസ്റ്റ് ചെയ്യട്ടെ, ആവശ്യത്തിലധികം അവർ രതികാമനകളും മുഴുകട്ടെ. അവരെ നശിപ്പിക്കാൻ പറ്റും. എല്ലാവരും കൈയടിച്ചു. അതാണ് ചെയ്യേണ്ടത്. ആ ഒരു പ്രോസസ്സ് ഇന്ത്യയിൽ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. ഒരു പരീക്ഷണം ഇങ്ങനെയാണ്. ചൂടുവെള്ളത്തിലേക്ക് ഒരു തവള എടുത്തിട്ടു. തവള ചാടിപ്പുറത്തേക്ക്. റിഫ്ലെക്സ് ആക്ഷനാണ്, സർവൈവൽ മെക്കാനിസമാണ്. അതിനുശേഷം തണുത്ത വെള്ളത്തിലേക്ക് ഒരു തവളയിട്ടു, മറ്റൊരു തവളയെ. എന്നിട്ട് പതുക്കെ പതുക്കെ സ്ലോ ആയിട്ട് അത് ചൂടാക്കാൻ തുടങ്ങി. തവള അതുമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നു, അഡ്ജസ്റ്റ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് ഈ ചൂട് കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചൂട് അധികരിക്കുന്ന പോലും ഇത് അറിയാതെ ചത്തുമലക്കുകയാണ്. അതായത് നേരത്തെ ചൂടുവെള്ളത്തിലേക്ക് എടുത്തിട്ടിരുന്നെങ്കിൽ അത് ചാടി രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ തണുത്ത വെള്ളം ചൂടാക്കി നിങ്ങളെ കൊന്നു കഴിയുമ്പോൾ മരിക്കുന്ന നേരത്തെ നിങ്ങൾ തിരിച്ചറിയുന്നുള്ളൂ. നമ്മുടെയൊക്കെ സ്വാതന്ത്ര്യം ഇങ്ങനെയാണ് പോകുന്നത്. മാധ്യമങ്ങളും ചുറ്റിലുമുള്ള വിഷകാരികളായിട്ടുള്ള ഒരുപാട് സങ്കേതങ്ങളും നമ്മൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? വെറുതെ കംഫർട്ട് സോണിനകത്തിരിക്കുന്ന നമുക്ക് നമ്മളെ തന്നെ മറ്റുള്ളവർ നശിപ്പിക്കുകയാണെന്നുള്ള തോന്നൽ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് വേക്ക് ഫ്രം ദ ഡീപ് സ്ലംബർ എന്ന പ്രസംഗം ഇങ്ങനെ മുഴങ്ങുന്നത്. മയക്കം വിട്ട് ഉണരുക, സ്വാതന്ത്ര്യം നേടിയെടുക്കുക. ഐ ഷാൽ എമേർജ് സം ഡേ എന്ന് തുടങ്ങുന്ന ലോർഡ് ബൈറൻ്റെ പാട്ടുണ്ട്. അതൊക്കെ ഇടയ്ക്കൊന്ന് പാടുന്നത് വളരെ നല്ലതാണ്. അടുത്തായിട്ട് ഈ റീക്ലെയിമിങ് ദ വോയിസ്, റീക്ലെയിമിങ് ദ ഇൻഡിപെൻഡൻസ്, അതിനുവേണ്ടി രാപ്പാടി എന്താ ചെയ്യുക? രാപ്പാടി ഇനി ബോധത്തോടെ ഇരിക്കണമെന്ന തീരുമാനം എടുക്കുകയാണ്. ഉറങ്ങിക്കൂടാ. ആ തീരുമാനം നമുക്കും വേണം. അതായത് ഞാനിങ്ങനെ ഒരാൾക്കും ഉപകാരമില്ലാതെ, എനിക്ക് തന്നെ ഒരു ഉപകാരമില്ലാതെ എല്ലാ താലന്തുകളും മണ്ണിൽ കുഴിച്ചിട്ടിട്ട് ഇരിക്കുകയാണ്. അങ്ങനെയുള്ള ഞാൻ ഇനി ബോധത്തോടു കൂടി ഇരിക്കാനുള്ള തീരുമാനം എടുക്കണം. ഉറക്കം വെടിയും എന്നുള്ളത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സെയിൻറ്റ് അഗസ്റ്റിൻ ഇങ്ങനെ തെറ്റി ജീവിക്കുന്നതിനിടയിൽ ഒരു കുഞ്ഞിൻ്റെ പാട്ട് കേട്ടു. ആ പാട്ടിൻ്റെ വരി എന്തായിരുന്നു? എടുത്തു വായിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ആഹ്വാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ ഗ്രന്ഥം എടുത്ത് തുറന്നപ്പോൾ റോമക്കാരുടെ ലേഖനമാണ്, രാത്രി കടന്നുപോയി, ഉറക്കം വിട്ട് ഉണരാൻ സമയമായി, പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിച്ച് പ്രകാശത്തിന് അനുയോഗ്യരായ വിധത്തിൽ ജീവിക്കുക. അദ്ദേഹത്തിൻ്റെ ജീവിതം മാറി. അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റുന്നതിൽ ആ വാക്യങ്ങൾ നിസ്സാര പങ്കല്ല വഹിച്ചത്. അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് നന്നാകണം, ഇന്നല്ല നാളെ. സെയിൻറ്റ് അംബ്രോസ് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, നന്നാകണം, നാളെയല്ല ഇന്ന്. ഇതാരും നമ്മുടെ ഉള്ളിലും പറയുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ. ഉണർവ് എന്ന് പറയുന്നത് നല്ല തീരുമാനം എടുക്കലാണ്. അത് നാളത്തേക്ക് മാറ്റിവെക്കരുത്. ടുഡേ ഈസ് ദ ഡേ. ഇന്നാണ് രക്ഷയുടെ ദിവസം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് തന്നെ പറയുക, കർത്താവ് ഉള്ളി പറയുന്നുണ്ട്, ഇന്നാണ്, ടുഡേ ഈസ് ദ ഡേ ഓഫ് സൽവേഷൻ. ഇന്നാണ് രക്ഷയുടെ ദിവസം. ഇന്ന് എഴുന്നേൽക്കുക. ഞാൻ
പന്നിക്കൂട്ടിൽ നിന്നും എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് പോകും. സുബോധത്തോടെ ധൂർത്തുപുത്രൻ ചെയ്ത കാര്യം അതാണ്. രാത്രി വിട്ട് പകലിലേക്ക് ഒരാൾ വരികയാണ്. ആ തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടോ എന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക. പണ്ട് സായിപ്പുമാർ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ സായിപ്പ് തേരിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ വേണ്ടി അയാളുടെ പാദപീഠമായിട്ട് ഏതെങ്കിലും ഒരു കുടിയാൻ കുനിഞ്ഞിരിക്കും. അവനും മുതുകത്ത് ചവിട്ടിയിട്ടാണ് അടുത്ത കാലം താഴേക്ക് വെക്കുക. അന്ന് ഒടിഞ്ഞു പോയ നട്ടല്, കുനിഞ്ഞു പോയ മുതുക് നേരെയായിട്ടില്ല. അതൊന്ന് നേരെയാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. ഇപ്പോഴും ഏതൊക്കെയോ അടിമത്തമുണ്ട്. നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ പുറത്തെടുത്തിട്ടുണ്ടോ? പഠിക്കുന്നൊരു സുഹൃത്തിനോട് ഞാൻ ചോദിക്കട്ടെ, എഡ്യൂക്കേഷൻ്റെ അർത്ഥം എന്താണ്? എജുക്കാരെ എന്ന പദത്തിൽ നിന്നാണ് വരുന്നത്. ബ്രിങ്ങിങ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് യു. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പുറത്തെടുക്കലാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പഠിച്ച സുഹൃത്തെ, പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, സ്വയം പറയുക, നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ ക്ലാസ്സിൽ പുറത്തെടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ പുറത്തെടുത്തിട്ടുണ്ടോ? ഇത് സ്വയം ചോദിക്കേണ്ട ചോദ്യം. ഒരു അച്ഛൻ എന്ന നിലയിൽ ഞാൻ എന്നോട് ചോദിക്കണം, എൻ്റെ ബെസ്റ്റ് പുറത്തു കൊണ്ടുവന്നൊരു ബെസ്റ്റ് അച്ഛനായി മാറാൻ എനിക്ക് പറ്റിയിട്ടുണ്ടോ? പറ്റിയിട്ടില്ലെങ്കിൽ ഏതോ മുന്തിരി തോപ്പിൽ സ്വയം വലിഞ്ഞു മുറുകപ്പെട്ട അവസ്ഥയിൽ ഞാൻ കിടക്കുകയാണ്. ആ അവസ്ഥയിൽ നിന്ന് ഞാനൊരു മോചനം നേടണം. വീണ്ടും രാപ്പാടി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. ആസ് ലോങ് ആസ് ദ വൈൻ ഷൂട്ട്സ് ഗ്രോ ഗ്രോ ഗ്രോ, ഐ വിൽ സ്ലീപ്പ് നോ മോർ, ഐ വിൽ സ്ലീപ്പ് നോ മോർ. ഇത് അതിലെ വരികളാണ്. അപ്പോൾ ഞാൻ ഇനി ഉറങ്ങുകയില്ല. ഇതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. ചുറ്റിലും എന്തെല്ലാം വളർച്ചകളാണ്. പക്ഷെ ഞാൻ ഉറങ്ങാതെ ജാഗരം അനുഷ്ഠിച്ച് മുന്നോട്ട് പോയിരിക്കും. ജാഗരം ഇരിക്കുക എന്ന് കർത്താവ് പലപ്പോഴും പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, പാപം വാതിൽക്കൽ പതിയിരിപ്പുണ്ട്, അതുകൊണ്ട് ജാഗ്രതയോടുകൂടി ഇരിക്കുക. ഈ ജാഗ്രത നമുക്ക് നഷ്ടപ്പെടുന്നില്ലേ? ആലോചിച്ച് നോക്ക്. ഇനി നമ്മുടെ സമുദായത്തിലേക്ക് നോക്കുക. ജാഗ്രത ഇല്ലാത്തൊരു സമൂഹമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. അലസ ശയനമാണ്. അധ്യാപകർ പണ്ട് പാടും, അലസ ബാലക ബോധക ദുർവിധിയും ശിരസി മാലിക മാലിക മാലിക. അത് അലസ ബാലന്മാരെ പഠിപ്പിക്കുക എന്നുള്ള ദുർവിധി ഞങ്ങളുടെ തലയിൽ എഴുതല്ലേ എന്ന്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട സുഹൃത്തെ, ക്രിസ്ത്യൻ സമുദായത്തിൽ എന്തൊരു അലസരായിട്ട് നമ്മൾ മാറുന്നുണ്ട്? നമുക്ക് നല്ല ബോധമുണ്ടോ? ബോധ്യമുണ്ടോ? ഉയരണമെന്നുള്ള ചിന്തയുണ്ടോ? ഇതൊന്നും ഇല്ലാതെ മുന്നോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ദുരവസ്ഥയല്ലേ? ആ ചോദ്യത്തിന് നിങ്ങൾ തന്നെ ഉത്തരം കണ്ടെത്തുക. ഫ്രാൻസിസ് ഡി സെയിൽസ്, അദ്ദേഹം ക്ഷിപ്രകോപിയായിരുന്നു. പൊട്ടിത്തെറിച്ചിരുന്ന അദ്ദേഹത്തിന് മനസ്സിലായി അത് നല്ലത്. പിന്നെ ജാഗരം ഇരുന്ന് ജാഗരൂകതയോടുകൂടി 20 വർഷക്കാലം ശ്രമിച്ച് അതിന് ദേഷ്യമില്ലാത്ത ഒരാളായി മാറി. അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രം ഇപ്പോൾ പറയുക ദ ജെന്റിൽ സെയിൻറ്റ് എന്നാണ്. അങ്ങനെയാണ് അദ്ദേഹത്തെ വിളിക്കുക. അതായത് പൊട്ടിത്തെറിക്കുന്ന പടക്കം പറയുന്നൊരു മനുഷ്യൻ ജെന്റിൽ സെയിൻ്റായിട്ട് മാറി. അതിശാന്തനായ ഒരു വിശുദ്ധൻ. എന്നെ കേൾക്കുന്ന ആൾ വെറുതെ കേൾക്കുന്നത്, പറയുന്ന ഞാൻ വെറുതെ പറയുകയല്ല ഞാൻ ചെയ്തത്. അപ്പോൾ നിങ്ങളും ഇത് കേട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടായെന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ഉറഞ്ഞുപോയ പാട്ട് വീണ്ടെടുക്കണം. അതിന് നിങ്ങളും തപവനുഷ്ഠിക്കണം, തപസ്സനുഷ്ഠിക്കണം. അങ്ങനെ നിങ്ങൾ നന്നാവണം. ഞാനും നന്നാവണം. അല്ലെങ്കിൽ പിന്നെ ഈ പുസ്തകങ്ങളൊക്കെ എഴുതപ്പെട്ടത് ആർക്ക് വേണ്ടിയാണ്? അങ്ങനെ ഒരു ആന്തരിക യാത്ര നടത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി ഈ രാപ്പാടി ഒരു തീരുമാനം എടുത്തു, ഇനി ഇതുപോലെ അലസമായി ഞാൻ ജീവിക്കില്ല. ആ തീരുമാനമാണ് ആ രാപ്പാടിയെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യ ഗീതിയായിട്ട് മാറിയത്. ഈസോപ്പ് കഥയിൽ തേൻകുടം പൊട്ടി തേൻ ഒഴുകി. ഏതാനും ഉറുമ്പുകൾ ഓടി വന്നു. എല്ലാ ഉറുമ്പുകൾക്കും ആവശ്യത്തിന് കഴിച്ചിട്ട് മടങ്ങിപ്പോകാമായിരുന്നു. പക്ഷെ കൊതി കൊണ്ട് വീണ്ടും തിന്നാൻ തുടങ്ങി. അവസാനം ഈ തേനിൽ മുങ്ങിച്ചത്ത് എല്ലാ ഉറുമ്പുകളോട് കിടക്കുകയാണ്. അപ്പോൾ ബോധമുള്ള ഒരു ഉറുമ്പ് മാറി നിന്നിട്ട് പറഞ്ഞു, അല്പനേരത്തെ ആഹ്ലാദത്തിന് വേണ്ടി ഒരു ജന്മം കെടുത്തിക്കളഞ്ഞ വിഡ്ഢികൾ കിടക്കുന്നു. നമ്മുടെ ചിത്രമല്ലേ? നിങ്ങൾ ഉൾക്കണ്ടുകൊണ്ട് നോക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ചിത്രമാണ്. താൽക്കാലിക ആഹ്ലാദങ്ങളിൽ കുടുങ്ങി ശാശ്വതമായ ആനന്ദത്തോട് നോയും പറഞ്ഞ് പിന്നെ നിരാശയോടുകൂടി ജീവിക്കുന്നവരായി നമ്മൾ മാറിയിട്ടുണ്ട്. ഇതൊരു വല്ലാത്ത അവസ്ഥയല്ലേ എന്ന് നിങ്ങളതിനെ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. ആ അവസ്ഥയിൽ നിന്ന് ഞാൻ എന്നാണ് മോചനം നേടുക? മോചനം നേടിയേ തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഉജ്ജ്വല മുഹൂർത്തത്തെ വിളിച്ചറിയിക്കുന്ന കാറ്റ് പുറത്ത് വീശിയിട്ടും ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ ജാലകം തുറക്കാത്തത് എന്ന് ചോദ്യം ചോദിക്കുക. ഈ പുസ്തകത്തെക്കുറിച്ചുള്ള അവലോകനം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ 1835 ലോർഡ് മക്കോള പ്രഭു നടത്തിയിട്ടുള്ള
ഒരു പ്രസംഗം ഓർക്കണം. ആ മിനിറ്റ് ഓൺ എഡ്യൂക്കേഷൻ എന്ന് പാർലമെൻറ്റ് നടത്തിയ ഒരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം എന്താ പറഞ്ഞത്? നിങ്ങൾ സത്യത്തിൽ അതിൻ്റെ വരികൾ കാണാപ്പാഠം പഠിക്കണം. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: ഐ ഹാവ് ട്രാവൽഡ് ഫാർ ആൻഡ് അക്രോസ് ദ എൻറ്റയർ ഇന്ത്യ ആൻഡ് ഐ കുഡ് നോട്ട് സീ എ സിംഗിൾ ബെഗർ നോർ എ തീഫ് ഇൻ ദ എൻറ്റയർ സ്ട്രീറ്റ്സ് ഓഫ് ഇന്ത്യ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യയുടെ തെരുവുകൾ നടന്നു, പക്ഷെ ഒരൊറ്റ പിച്ചക്കാരനെയോ ഒരൊറ്റ കള്ളനെയോ എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. എന്നിട്ട് അടുത്ത വരി: സച്ച് ഹൈ ഈസ് ദെയർ മൊറാലിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി. അവരുടെ ധാർമ്മികതയും ആത്മീയതയും അത്ര ഉയരത്തിലുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അങ്ങനെയുള്ള അവരെ ഡോമിനേറ്റഡ് രാജ്യമാക്കണമെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല. അങ്ങനെയുള്ള അത്ര ഉയരത്തിൽ നിൽക്കുന്ന അവരെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ പറ്റുകയില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവരുടെ ആത്മീയതയും ധാർമ്മികതയും തകർക്കുക, അവരെ ഗുഡ് ഫോർ നത്തിങ് ആക്കി മാറ്റുക, ബിഗ് സീറോ ആക്കി മാറ്റുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവരെ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കുപ്രസിദ്ധമായ പ്രസംഗമാണ് പ്രിയപ്പെട്ട സുഹൃത്തെ. ശരിക്കും അതാണ് സത്യം. നിങ്ങളുടെ ആത്മീയതയും ധാർമ്മികതയും ഇല്ലാതാക്കി കഴിയുമ്പോൾ നിങ്ങൾ ആർക്കും പിന്നെ അടിമ ആക്കാൻ പറ്റും. നിങ്ങൾ സ്വയം ഒന്ന് ഉള്ളിലേക്ക് നോക്കുക. എന്തിൻ്റെയൊക്കെ അടിമയാണ് ഞാൻ? ആരുടെയൊക്കെ അടിമയാണ് ഞാൻ? ഞാൻ ഏത് വള്ളിപ്പടർപ്പിലാണ് ചുറ്റും വരിഞ്ഞ് എല്ലാ ബന്ധനങ്ങളും ഏറ്റുവാങ്ങി കിടക്കുന്നത്? അവിടുന്ന് എഴുന്നേൽക്കണം. അവിടുന്ന് എഴുന്നേറ്റിട്ട് ഞാൻ ആയിത്തീരേണ്ടത് ഞാൻ ആയിത്തീരണം. ലോകത്തിൻ്റെ പ്രകാശം, ഭൂമിയുടെ ഉപ്പ്. നല്ല യാത്ര ഒരിക്കൽ കൂടി നേരുന്നു.